പ്രായമായാൽ വിശ്രമം എന്ന് കരുതുന്നവർ അകത്തളങ്ങളിൽ ഒതുങ്ങുമ്പോൾ കായിക ലോകത്ത് തൻ്റേതായ സ്ഥാനമുറപ്പിച്ച് മുന്നേറുകയാണ് തൃശൂർ സ്വദേശിനിയായ CD എൽസി. റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടറായ എൽസിക്ക് പ്രായം 75 പിന്നിടുമ്പോഴും മാസ്റ്റേഴ്സ് മീറ്റിലെ കായിക ഇനങ്ങളിൽ സ്വർണവും വെള്ളിയുമടക്കം നിരവധി നേട്ടങ്ങളാണ് ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതൽ കായിക മേഖലയോട് തൽപരയായിരുന്നു എൽസി. പഠനശേഷം 1970 പോലീസിൽ കോൺസ്റ്റബിളായി സർവീസിൽ പ്രവേശിച്ചു. ജോലിക്കിടെ കേരള പോലീസിനായി നിരവധി കായിക നേട്ടങ്ങൾ സ്വന്തമാക്കിയ എൽസി പിന്നീട് 2000 ഇൻസ്പെക്ടർ റാങ്കിലാണ് വിരമിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം എൽസി തൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിച്ചത് ട്രാക്കിൽ തന്നെയായിരുന്നു. ഇന്ത്യക്ക് പുറമെ തായ്ലാൻഡ്, മലേഷ്യ, ജപ്പാൻ, സിംഗപ്പൂർ, ബ്രസീൽ തുടങ്ങി വിവിധ ലോകരാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റുകളിൽ എൽസി മെഡലുകൾ നേടി. ദിവസേന രാവിലെ 6 മുതൽ മുടങ്ങാതെയുള്ള പരിശീലനമാണ് 75-ാം വയസ്സിലും എൽസിയുടെ ആരോഗ്യരഹസ്യം. തളരാത്ത മനസ്സും ശാരീരിക ക്ഷമതയുമുണ്ടെങ്കിലും വിദേശങ്ങളിലടക്കം നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാരിച്ച ചിലവാണ് എൽസിയെ വലയ്ക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്ന് ഇവർക്ക് പരാതിയുണ്ട്. ദിവസം രാവിലെ ഇവിടെ വരും, തോപ്പി സ്റ്റേഡിയത്തിലും പോകും. ഇവിടെയാണ് അധികം വരിക. ഇവിടെ ആകുമ്പോൾ സ്കൂൾ പിള്ളേരെ കോച്ചൊക്കെ നടത്തുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ തന്നെ കോച്ചൊന്നും ഇല്ലാണ്ട് തന്നെത്താൻ അവർ നോക്കി നിൽക്കും എൻ്റെ ഓട്ടം കണ്ടിട്ട്. എന്താ വെച്ചാൽ അത്രയും പെൻഷനായിട്ടും നമ്മൾ ഇത്രയല്ലേ. ഇപ്പം ഞാൻ ഫിലിപ്പീൻസിൽ ഓടിപ്പോയതെന്ന് പറയാം 24 സെക്കൻഡ് കൊണ്ടാണ്. ഈ 79-ാം വയസ്സിൽ 24 സെക്കൻഡിൽ ഓടുന്ന ഒരൊറ്റ വ്യക്തി ഉണ്ടാവില്ല. 100 മീറ്റർ 24 സെക്കൻഡിൽ അത്രയും ഇതായിട്ട് ഓടി. അത് കുറേ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഞാൻ സ്പെയിനിൽ പോയി വേൾഡ് മീറ്റിന് പോയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മുട്ടിൽ ഇത് പരിക്ക് പറ്റിയതായിരുന്നു. അങ്ങനെ 400 എടുത്തിരുന്നേ, അത് മാറ്റിയിട്ട് ഞാൻ ജാവലിൻ ത്രോന് കൊടുത്തത്. ജാവലിൻ ത്രോ സക്സസ് ആയി വന്നു. ഇപ്പോൾ ഈ വേൾഡ് മീറ്റിനും കൂടി അടിക്കണം എന്നുണ്ട്. വേൾഡ് മീറ്റിന് പോയാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അത്രയും ഇപ്പം അവരുടെ ഇതല്ലേ. നമ്മുടെ അവിടുത്തെ ആൾക്കാരല്ല. ഒരു ഹീറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഒരു ഇന്ത്യ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ എത്ര ഹീറ്റ്സിനും അവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു 6ാം സ്ഥാനം 8ാം സ്ഥാനം വരെ. അപ്പോൾ എനിക്കൊരു വാശിയുണ്ട്. ഇപ്പോൾ സ്വീഡനിൽ പോണ വേൾഡ് മീറ്റിന് എനിക്കൊരു പ്രൈസ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോഴേക്ക് ഈ മുട്ടിലെ മാറ് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു എങ്ങനെയായാലും ചേച്ചീനെ കിട്ടാനുള്ളത് ഞങ്ങൾ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഇരിക്കുക. അപ്പോൾ 24 സെക്കൻഡിലോടെ ഏത് വർഷമാണ്? ഇപ്പോൾ ഈ നവംബറിൽ ഫിലിപ്പീൻസിൽ പോയിട്ട് അതിലും മുമ്പ് അതിലും കുറച്ചല്ലേ ഓടിക്കാറ്. അതിലും താത്തി ഓടിക്കാറുണ്ട്. ഇപ്പോൾ കാലിൽ പരിക്ക് പറ്റിയായിരുന്നു. അല്ലെങ്കിൽ എന്നെ കേരള ടൈഗർ എന്ന കർണാടകക്കാർ വിളിക്കുക. ശരിക്കും കർണാടകയിൽ കുറേ പേരുണ്ട് എന്നെ കേരള. എൻ്റെ കാലൊക്കെ തൊട്ട് അവർ ഇപ്പോൾ ഈ കോഴിക്കോട് തലശ്ശേരിയിൽ ഞാനൊരു സ്പോർട്സിന് വരുന്നു. അപ്പോൾ കർണാടകക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ട് കാലൊക്കെ തൊട്ട് നിറയിൽ വെച്ചിട്ട് ഓടിപ്പോണതാണ്. പിന്നെ എവിടെ പോയാലും എൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് എല്ലാ പ്ലെയേഴ്സും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്നെക്കിന്ന് ഇപ്പോൾ ഫിലിപ്പീൻസിൽ പോയി ഏത് ഏജ് ഗ്രൂപ്പും വന്നിട്ട് എൻ്റെ അടുത്ത് അനുഗ്രഹം മേടിക്കും. പ്രായം തളർത്താത്ത മനസ്സും ശരീരവുമായി ട്രാക്കിലിറങ്ങുന്ന എൽസിക്ക് ഗാലറിയിലെ കരഘോഷങ്ങളാണ് എന്നും ഊർജം.